ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഗിരുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അങ്ങനെ രഞ്ജു വന്ന് പറയാണ് എല്ലാവരെയും കൂടെ ഒരുമിച്ച് ഒരിടത്ത് ലേബർ റൂമിലേക്ക് കയറ്റണ കാര്യവും ഒരുമിച്ച് ഒരു ഗൈനക്കോളജിനെ കാണിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞ് അമ്മ ഇതേ ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി, ആഹാരം കഴിച്ചിട്ട് നമുക്ക് പോകാം, നീ പോയി കഴിച്ചിട്ട് വാ, മറ്റുള്ളവർക്ക് മുന്നിൽ എന്നെ എങ്ങനെ പരിചയപ്പെടുത്തണമെന്ന് ഓർത്ത് ഗോവിന്ദ് വിഷമിക്കുന്നത് കാണാൻ എനിക്ക് താല്പര്യമില്ല. ഗോവിന്ദിൻ്റെ മുന്നിൽ വെച്ചാണ് പറയുന്നത്. അപ്പോൾ രഞ്ജു പറഞ്ഞു എന്നാൽ നമുക്ക് ഇറങ്ങാം, എനിക്ക് ഫുഡിൻ്റെ മണം കഴിച്ചാൽ തന്നെ ഛർദ്ദിക്കാൻ വരും. അപ്പോൾ ഗീരു പറഞ്ഞു എന്തായാലും വന്നതല്ലേ, അമ്മ ആരാണെന്ന് ആരും ചോദിക്കില്ല, ചോദിക്കുന്നവരോട് എൻ്റെ അമ്മയാന്ന് പറയാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു ആഹാരം കഴിക്കാതെ പോകാനാണ് പിന്നെ എന്തിനാ വന്നത്, ക്ഷണിച്ചവരെ അപമാനിക്കാൻ വേണ്ടിയിട്ടോ, ആഹാരം കഴിച്ചിട്ട് പോയാൽ മതി, എന്തായാലും അമ്മയോട് കഴിച്ചിട്ടേ പോകാവൂ എന്ന് പറയാതെ പറഞ്ഞതാണ് നമ്മുടെ ഗോവിന്ദ്. വിജയലക്ഷ്മിക്കും രഞ്ജുവിനും സന്തോഷമായിട്ടോ. ഇവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദൻ്റെ കണ്ണുകളൊക്കെ നിറയാണ്, അമ്മയോടുള്ള ആ സ്നേഹത്തിൽ തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞ് രാത്രിയായി നമ്മുടെ ഗോവിന്ദ് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഗോവിന്ദ് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് രഞ്ജുവിൻ്റെ കാര്യം തന്നെയാണ്. എങ്ങനെയെങ്കിലും രഞ്ജുവിൻ്റെ ആ കുഞ്ഞ് രഞ്ജുവിനൊരു ദോഷമാണെങ്കിൽ അത് പിറക്കാതിരിക്കണം. അപ്പോൾ ഗീതു വന്നിട്ട് എന്താ ആലോചിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പം ഗോവിന്ദേട്ടന് നമുക്കൊക്കെ ആലോചിക്കാനുള്ളത് രഞ്ജുവിനെക്കുറിച്ച് മാത്രമാണല്ലോ. കാരണം സന്തോഷമുള്ള ഈ നിമിഷം പോലും സന്തോഷിക്കാൻ പറ്റുന്നില്ല രഞ്ജുവിൻ്റെ കാര്യം ഓർത്തിട്ട്. എന്ത് ചെയ്യാം കണ്ണേട്ടാ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ ഗീതു ഇങ്ങനെ ചോദിക്കുക. അപ്പം ഗോവിന്ദ് പറഞ്ഞു എൻ്റെ മനസ്സിൽ ചിന്തിക്കാൻ പാടില്ലാത്തൊരു ചിന്തയാണ്, നമുക്ക് ആ കുഞ്ഞിനെ അങ്ങ് വേണ്ടാന്ന് വെച്ചാലോ. അപ്പോൾ അബോർഷനാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് നടക്കില്ല. കാരണം ഇതൊക്കെ അമ്മ നേരത്തെ തന്നെ ആലോചിച്ച് ഡോക്ടറോട് ചോദിച്ചിരുന്നു. പക്ഷേ ഡോക്ടർ ബ്ലീഡിംഗ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനും ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. പ്രസവം പോലെ തന്നെ ആ അബോർഷനും വളരെയധികം രഞ്ജുവിൻ്റെ ദോഷകരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അത് നടക്കില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതിൻ്റെ എക്സ്പേർട്ടിനെയും ഞങ്ങൾ കൺസൾട്ട് ചെയ്തിരുന്നു. എന്തായാലും 10% പേർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിച്ചിട്ടുമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദന് ഒത്തിരി സന്തോഷമായിട്ട്. ഗോവിന്ദ് ചോദിച്ചു 10% പേർക്ക് കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, കുഞ്ഞ് അവർ സന്തോഷത്തോടെ ജീവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാൽ നമ്മൾ വിജയിച്ചു, ആ 10%-ൽ ഒരാളാക്കി നമുക്ക് രഞ്ജുവിനെ മാറ്റിക്കൂടെ, 1% വിജയിക്കാൻ സാധ്യത ഉണ്ടായിട്ട് ഞാൻ വിജയിച്ചിരിക്കുന്നു, പിന്നെയാണ് 10% സാധ്യതയുള്ളത്. എന്തായാലും രഞ്ജുവും അതായത് രഞ്ജുവിൻ്റെ കുഞ്ഞും എനിക്കൊരു സ്വപ്നമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും മാധവും പ്രിയയുടെ കുഞ്ഞും രഞ്ജുവിൻ്റെ കുഞ്ഞും നമ്മുടെ കുഞ്ഞും എല്ലാവരും സന്തോഷത്തോടു കൂടി ഒരുമിച്ച് കളിച്ച് വളരുന്ന ആ ഒരു നിമിഷം എൻ്റെ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ രഞ്ജുവിൻ്റെ ചിരിക്കുന്ന മുഖവും എൻ്റെ സ്വപ്നത്തിലുണ്ട്. അവൾ രക്ഷപ്പെടും, നമ്മൾ രക്ഷിക്കും, നമ്മൾ അവളെ രക്ഷിച്ചെടുക്കും, എടുക്കും എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഭയങ്കര ആത്മവിശ്വാസത്തിലായിട്ടോ. നാളെ തന്നെ നമുക്ക് രഞ്ജുവിനെ ഹോസ്പിറ്റലിൽ കാണിക്കണം. എന്തായാലും ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണമല്ലോ. ഏത് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കണമെന്ന് ഡോക്ടർ മുരളീകൃഷ്ണയോട് നമുക്ക് സജഷനും ചോദിക്കണം എന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോള് വരുന്നത്. ഗീതുവിൻ്റെ ഫോണിലേക്കാണ് കോള് വരുന്നത്. ധ്യാനാണ് വിളിക്കുന്നത്. ഗോവിന്ദ് ഗീതുവിൻ്റെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. അങ്ങനെ ധ്യാനിൻ്റെ കോള് ഗീതു അറ്റൻഡ് ചെയ്തു. വീഡിയോ കോളാട്ടോ. ഗീതു എന്ത് വേണമെന്ന് എനിക്കറിയില്ല, ഗോവിന്ദനെ വിളിക്കാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. അപ്പോഴേക്കും തെറ്റുപറ്റിയത് എനിക്കാണ് ധ്യാൻ, നിങ്ങൾ തമ്മിൽ അകറ്റിയ വിജയലക്ഷ്മി അമ്മ തന്നെയായിരുന്നു ഏറ്റവും വലിയ ശരി. അത് തിരിച്ചറിയാതെ ഞാൻ നിങ്ങളെ ഒരുമിപ്പിച്ചു, വേണ്ടിയിരുന്നില്ല, നിങ്ങളൊക്കെ കൂടി എന്നെ പറ്റിച്ചു എന്നൊക്കെ കൂടി ഇങ്ങനെ പറയുകയാണ്. നടന്നതിന് ഒന്നും ദൈവം പോലും എനിക്ക് മാപ്പ് തരില്ല എന്നൊക്കെ ഗീതു പറയുക. കണ്ണേട്ടനോ അതുപോലെ വിജയലക്ഷ്മി അമ്മയോ ഒന്നും എന്നെ ഒന്ന് വഴക്ക് പോലും പറയുന്നില്ല, ഒന്നും ശപിക്കുന്നു പോലും ഇല്ല, ഞാനാ തെറ്റുകാരി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് ദേഷ്യത്തോടു കൂടി പറഞ്ഞു ശകാരവും തല്ലുമൊക്കെ അർഹിക്കുന്നത് നീയല്ല ഗീതു, അവൻ തന്നെയാണ് ധ്യാൻ. അവൻ നിർബന്ധിച്ച് ഓരോ കുറ്റം ചാർത്തി അവളെ കല്യാണം കഴിച്ച ധ്യാൻ തന്നെയാണ് ഇത് അർഹിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിവാഹിതരാകില്ല എന്നും രഞ്ജുവിൻ്റെ നന്മ മാത്രമാണ് ലക്ഷ്യമെന്നും നീ എനിക്ക് വാക്ക് തന്നതായിരുന്നില്ലേ, ആ വാക്ക് നീ തെറ്റിച്ചു. നീ ഒരിക്കൽ പറഞ്ഞു അവളെ വിവാഹം കഴിക്കാൻ നീ ആഗ്രഹിച്ചിരുന്നു എന്ന് ഉള്ളാലെ, അതുപോലെ ഒരു കുഞ്ഞ് വേണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് രഞ്ജുവിൻ്റെ ജീവനേക്കാൾ വലുത് നിനക്കൊരു കുഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ധ്യാനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുക. നീ ചെയ്തത് ഒട്ടും ശരിയായില്ല, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പരിഹാരം കണ്ടോണം, ഇനി വരുന്നിടത്ത് വെച്ച് നോക്കാം, നിൻ്റെ ജോലിയായിട്ട് ഇനി മുന്നോട്ട് പോകണ്ടേ, എത്രയും പെട്ടെന്ന് നീ ഇവിടെ വരണം. അപ്പോൾ അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്കറിയാം, ഞാൻ ശ്രമിക്കുന്നുണ്ട്, നീ ശ്രമിച്ചാൽ പോരാ, എന്തായാലും വന്നില്ലെങ്കിൽ പിന്നെ ഞാനല്ലേ അങ്ങോട്ടേക്ക് നിങ്ങളെ വിടാനായിട്ട് ഏർപ്പാട് ചെയ്തത്, ഞാനും കൂടെ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യാൻ കേട്ടോ. ചൂടായി നിന്ന് ഗോവിന്ദനെ പതുക്കെ പിടിച്ചിരുത്തുക. വേണ്ട ഗോവിന്ദേട്ടാ, വെറുതെ ടെൻഷൻ അടിക്കണ്ട, ധ്യാൻ തിരിച്ചു വരുന്നത് തന്നെയാണ് നല്ലത്, അതിനുവേണ്ടി കണ്ണേറ്റനോട് ശ്രമിക്കണം, അവൻ്റെ വിദേശയാത്ര നമ്മൾ തന്നെ വരുത്തി വെച്ച് വിനയല്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ. അപ്പോഴേക്ക് നമ്മുടെ ഗോവിന്ദ് പറഞ്ഞു അതെ, നമ്മളല്ല വരുത്തി വെച്ചത്, ഈ പാരയ്ക്ക് കാരണക്കാരി ആ പാട്ടുകാരി അവരൊറ്റ ഒരുത്തിയ ഈ അതിബുദ്ധിക്ക് പിന്നിൽ, ഓർക്കുന്നുണ്ടോ?
ധ്യാനിനെ വിദേശത്ത് പോകാമെന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ ബുദ്ധിയെ പൊക്കിയടിച്ച് നീ എന്തൊക്കെയാ പറഞ്ഞത്? നീ എന്തൊക്കെ തള്ളി മറിച്ചു, ഞാനും അവരോട് ചേർന്ന ഈ ലോകം വെട്ടിപ്പിടിക്കുന്നൊക്കെ. അവസാനം കഥയറിയാതെ രഞ്ജു ആഗ്രഹിച്ചത് വെട്ടിപ്പിടിച്ചപ്പോൾ സമാധാനമായോ രണ്ടുപേർക്കും? അതെ, അമ്മയുടെ കണക്കുകൂട്ടലൊക്കെ കൃത്യമായിരുന്നു. പക്ഷേ ധ്യാനിൻ്റെ വിദേശയാത്ര കുറച്ചുകൂടി നേരത്തെ വേണമായിരുന്നു, ടൈം ഇച്ചിരി മാറിപ്പോയി എന്ന് ഗീതു. അപ്പോഴേക്കും അല്ലെങ്കിലും അമ്മയെ മോന് ടൈമിങ്ങിന് വീക്കാണല്ലോ, ഞാനിവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ നീ കോമഡി പറഞ്ഞാലുണ്ടല്ലോ എന്നും പറഞ്ഞു ഗീതുവിനോട്. പിന്നല്ലാതെ ഒരു പ്രശ്നം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് പരിഹരിക്കുന്നതിന് പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിൽ എന്താ അർത്ഥം? ഓരോ അബദ്ധമൊക്കെ ഏത് പാട്ടുകാരിക്കും പറ്റും. അയ്യോ, ഇവർക്ക് അബദ്ധം മാത്രമേ പറ്റാറുള്ളൂ, അബദ്ധം മാത്രം. അവർക്ക് മറ്റുള്ളവരെ കൂടെ കുഴി ചാടിച്ചിട്ട് ആ ശീലം. ദേ, അമ്മയെ പറഞ്ഞത് മതി കേട്ടോ. അതെ, കണ്ണേട്ടൻ്റെ അച്ചമ്മയെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതേ നമ്മുടെ മോക്ക് ഭയങ്കര ലച്ചുമോക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അതെ, അവരുടെ പേരിട്ടാ നമ്മുടെ മോള് ഭൂലോക പൊട്ടിയായി പോവും. അതെ, സാരമില്ലെന്നേ, അത് ഞാൻ ഉപദേശിച്ച് നേരെയാക്കിക്കോളാം. തീരെയില്ലാത്ത ബുദ്ധിയില്ലാത്ത അച്ഛനെയും അമ്മച്ചമ്മയൊക്കെ നേരെയാക്കി എനിക്ക് പരിചയമുണ്ടല്ലോ. എൻ്റെ ലക്ഷ്മി ദേവി, കണ്ണേട്ടൻ്റെയും വിജയലക്ഷ്മി അമ്മയുടെയും കണ്ണേട്ടൻ്റെയും വിജയലക്ഷ്മി അമ്മയുടെയും ഗ്ലാമറും എൻ്റെ ബുദ്ധിയും കൊടുത്ത് ഞങ്ങളുടെ ലച്ചുമോളെ അനുഗ്രഹിച്ചേക്കണേ എൻ്റെ ലക്ഷ്മി ദേവി എന്നും പറഞ്ഞ് ഗീതു. തൽക്കാലം നമുക്ക് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് കുഞ്ഞിൻ്റെ പേരിൽ നമുക്കൊരു പ്രശ്നം വേണ്ട, നമുക്ക് പിന്നെ സംസാരിക്കാം, ബാക്കിയൊക്കെ സോൾവ് ആക്കിയിട്ട്. അതുവരെ ലച്ചു എന്നോ ലക്ഷ്മി എന്നോ പേര് പറയാൻ പാടില്ല. അയ്യോ, ഞാൻ മനഃപൂർവ്വം പറയുന്നതല്ല, അത് നാച്ചുറലായിട്ട് വന്നു പോകുന്നതാ. എൻ്റെ നാവിൽ ലക്ഷ്മി ദേവി വിളയാടിയാൽ ഞാൻ എന്ത് ചെയ്യാനാ എൻ്റെ കണ്ണേട്ടാ? അയ്യോ പാവം ഞാൻ എന്നും പറഞ്ഞ് എഴുന്നേറ്റപ്പോൾ നടുവിനൊരു വേദന. എന്തു പറ്റി? നടുവിനൊരു കൊളുത്തിപ്പിടും, ഒരു മിന്നലടിച്ച പോലെ. അയ്യോ, അവിടെ ഇരിക്കിരിക്കിരിക്കിരൊക്കെ പതുക്കെ അവൻ പിടിച്ച് അവളെ കിടത്തിയിട്ടോ. ഗോവിന്ദ് ഗീതുവിന് തിരുമ്മി കൊടുത്തോണ്ടിരിക്കുക. ഇതേ സമയം വയറുവേദന കൊണ്ട് പൊളയുന്ന മറ്റൊരാളുണ്ട്. ആരാണെന്നറിയാവോ? നമ്മുടെ രാധികാമ്മ അവിടെ കിടന്നു അയ്യോ പൊത്തോ, എൻ്റെ ഇൻറ്റേർണൽ ഓർഗൻസ് ഒക്കെ പുറത്തു വരുന്ന വേദനയേ എന്നും പറഞ്ഞുകൊണ്ട് കാറിച്ച വരുണാണെങ്കിൽ ഇത് എന്ത് ചെയ്യുന്നറിയാതെ നോക്കിയിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ വരുൺ പറഞ്ഞു, എൻ്റെ അമ്മ ഇച്ചിരി വേദനയ്ക്ക് അങ്ങ് സഹിക്കുക, ഒരു പാക്കറ്റല്ലേ അമ്മ കഴിച്ചുള്ളൂ, രണ്ടാമത്തെ പാക്കറ്റ് ഗീതുവിന് കൊടുക്കാനുള്ള വഴി നോക്ക്. എടാ നിന്നെ ഞാൻ ഇന്നെന്നും പറഞ്ഞ് പതുക്കെ എഴുന്നേറ്റു. ഇങ്ങനെ വേദനയാണെങ്കിൽ എൻ്റെ 16-നുള്ള കഞ്ഞിയിൽ നീ ആ പൊടി കലക്കി കൊടുത്താൽ മതി അവൾക്ക്. അമ്മേ, ഇങ്ങനെ നെഗറ്റീവ് പറയാതെ പോസിറ്റീവ് ആലോചിക്കുക, വയറുവേദന വന്നാൽ നല്ലതല്ലേ. എടാ, ഞാൻ പറ്റ മരമണ്ട, ഇങ്ങനെ വേദന എടുത്ത് ഞാൻ ചാകുന്നതിലും പേരം പേടിച്ച് ചാവുന്നതാ. എൻ്റെ പൊന്നേ, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ, ഉടനെ വയറ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഇതെൻ്റെ തലച്ചോറ് വരെ പിടിക്കും പ്ലീസ്. എന്തായാലും കൂനിന്മേൽ കുരു പോലെ വരുണിനൊരു കോള് വരികയാണ്. സുവർണയാണ്. ചേതൻ ഗ്രൂപ്പ് അറിയിച്ചിട്ടുണ്ട്, 1 കോടി രൂപ കൊടുക്കാത്തതുകൊണ്ട് വരുണിനെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന്. എൻ്റെ പൊന്നു സുവർണ, ഞാൻ പുറത്തു പോലും ഇറങ്ങുന്നില്ല. രാധേയമ്മയ്ക്ക് ആശുപത്രി പോകണം, ഇവനാണെ പുറത്തിറങ്ങില്ല, പേടിയാണ്. നീ ഒരു ആംബുലൻസ് എങ്കിലും എനിക്ക് വിളിച്ചതാടാ. ഈ രാത്രിയിൽ ആംബുലൻസ് വന്ന എല്ലാവർക്കും സംശയമാകും. അതിനും ഭേദം അമ്മ ഈ വേദന അങ്ങ് സഹിക്കുക. അപ്പം കാഞ്ചന വന്നു കേട്ടോ. മാമീ, രാധിക മാമി എന്നൊക്കെ വിളിച്ചുകൊണ്ട് കാഞ്ചന വന്നു. ദാ പാല് എന്നും പറഞ്ഞ് പാലും കൊണ്ട് വന്നതാണേ. മാമിക്ക് വയറു വലിയെന്ന് രേഖപ്പാപ്പ ചൊന്നാച്ച്. രേഖ എങ്ങനെ അറിഞ്ഞു? ഇത് അവളെങ്ങനെ അറിഞ്ഞു? അവളെന്താ പറഞ്ഞേ? അതെ, ഇവിടെ നടന്ന ഫംഗ്ഷനിൽ എന്തൊക്കെയോ ഫുഡ് വാരി വലിച്ച് തന്നുകൊണ്ട് വയറുവേദനയാണെന്ന് രേഖപ്പാപ്പ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കേട്ടോ. ഇതേ ഞാൻ കയ്യാൽ ഉണ്ടാക്കിയ ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാലങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്തായാലും കാഞ്ചന കൊടുത്ത പാല് കുടിച്ചു കഴിഞ്ഞപ്പോഴേക്ക് എന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. എന്താണെന്ന് ചോദിച്ചപ്പോൾ രഹസ്യ കൂട്ടാന്ന് പറഞ്ഞു. കുടിച്ചു കഴിഞ്ഞപ്പോൾ എന്താടിയ രഹസ്യം? അതെ, ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താ? ഡ്രസ്സ് ക്ലീൻ ചെയ്യാൻ സോപ്പ് പൊടി, അതുപോലെ ഡിഷ് വാഷ് അല്ലേ പാത്രം ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതെ, ഇതുപോലെ ഒരു വയറ് ക്ലീൻ ചെയ്യാൻ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഓരോ സ്പൂൺ അങ്ങോട്ട് കലക്കി മിക്സ് ചെയ്തതുകൊണ്ട് വന്നതാ. എൻ്റെ പൊന്നെ, രാധികാമ്മ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക. എടി രാക്ഷസി, എൻ്റെ കൂടെ നിന്ന് എൻ്റെ അമ്മയെ നീ കൊല്ലാൻ നോക്കുവാണോടി എന്നും പറഞ്ഞു വരുൺ. അയ്യോ, ഇത് എന്നോട് ഐഡിയ അല്ല, ഈ ഐഡിയ ചൊല്ലിത്തന്നത് രേഖപ്പാപ്പതാൻ എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോയി കേട്ടോ. രാധികാമ്മ ഛർദ്ദിക്കാനും ഓടി. വരുണാണെങ്കിൽ ഈശ്വര ഇതിനെന്ത് ചെയ്യുന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. എടി രേഖ, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ടടി എന്നും പറഞ്ഞ് രേഖയ്ക്ക് അരികിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാണ് കേട്ടോ. സി യു. ഓക്കെ, താങ്ക് യു.